പ്രിയമുള്ളവരെ, എല്ലാ ആഴ്ചയും ശനിയാഴ്ചകളിൽ നാം ഇവിടെ ഒത്തുചേർന്ന് ഓരോ പരിപാടികളും നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം കാരണഭൂതമായിട്ടുള്ളത് ഈ സാഹിതി എന്ന സംഘടനയാണ്. സാഹിതിയുടെ അദൃശ്യ സാന്നിധ്യമായിട്ട് എപ്പോഴും നിലനിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സാറിനെ, കൽപ്പറ്റ ബാലകൃഷ്ണ മാഷിനെ നമിക്കുന്നു. ഇവിടെ ഇന്നത്തെ ചിന്താവിഷയം മഹാസമുദ്രങ്ങൾ ബഷീർ വി.കെ. സ്മൃതി എന്നതാണ്. മഹാസമുദ്രങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിട്ട് ഒരുപാട് കവികളും മറ്റുള്ളവരും ഒക്കെ ഓരോ വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴവും അതിൻ്റെ പരപ്പും അതിൻ്റെ ഗാംഭീര്യതയും സർവോപരി സമുദ്രത്തിനടുത്തട്ടിലേക്ക് പോകുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള മൊത്തം പഴവും വീണ്ടും കവികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിലുള്ളതായിട്ടുള്ളതായ ബിടവാഗ്നി, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് സമുദ്രം. ഇത് മഹാസമുദ്രം എന്ന് പേരിട്ടത് തന്നെ വളരെ അന്വർത്ഥമായിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും ഒരു പാലാവാരം തന്നെയാണ് നമ്മുടെ നോവൽ സാഹിത്യ ലോകം. ആ നോവൽ സാഹിത്യ ലോകത്തിൻ്റെ ആഴവും പരപ്പും എല്ലാം തന്നെ വിശദമാക്കി തരുന്നതായിട്ടുള്ളതായ രീതിയിൽ രണ്ട് പ്രശസ്തരായ പ്രഭാഷകർ നമുക്കുണ്ട്. ഞാൻ കുറേ സ്വാഗതമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് മുഴുവനും തന്നെ ഓരോരുത്തർക്കായി വീതിച്ചു കൊടുക്കുക എന്നുള്ളതായിട്ടുള്ള ഒരു കർത്തവ്യമാണ് എനിക്കുള്ളത്. ആദ്യമായി ശ്രീ ഇ.ഡി. ഡേവിസ് ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീ ഇ.ഡി. ഡേവിസ്, അദ്ദേഹം വളരെ കാലമായിട്ട് സാഹിത്യ അക്കാദമിയുടെ പബ്ലിക്കേഷൻ ഉദ്യോഗസ്ഥനായിട്ട് ജോലി നോക്കി റിട്ടയർ ചെയ്ത പ്രശസ്ത നാടകങ്ങളുടെ കർത്താവായ ഇരിക്കപ്പെണ്ണം എന്ന നാടകത്തിന് ശക്തി അവാർഡ് അബുദാബിയിൽ നിന്ന് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൻ്റെ സാംസ്കാരിക നായകനായിട്ടുള്ളതായ ശ്രീ ഇ.ഡി. ഡേവിസ് അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ശ്രീ രാംകുമാർ നമ്പ്യത്ത്, വി.കെ.എൻ. സ്മാരക സമിതി അധ്യക്ഷനായിരിക്കുന്നതായിട്ടുള്ളതായ ഇദ്ദേഹം ഇവിടെയും അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ്. ശ്രീ രാംകുമാർ നമ്പ്യത്ത് പ്രശസ്തനായ എഴുത്തുകാരനും സാംസ്കാരിക നായകനുമായിരിക്കുന്നതായിട്ടുള്ള അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു, എൻ്റെ പേരിലും സാഹിതിയുടെ പേരിലും. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ചുള്ള പ്രഭാഷണം അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി എം.ഡി. രത്നമ്മ ടീച്ചർ എപ്പോഴും സദാസമയവും പുഞ്ചിരിക്കുന്ന മുഖവുമായി സന്തോഷത്തിൻ്റെ നിറകുടമായിട്ട് ഒരു അമ്മത്വം തുറക്കി നിൽക്കുന്നതായിട്ടുള്ളതായ ആകാര സൗഷ്ഠവത്തോടു കൂടി എത്തുന്നതായിട്ടുള്ളതായ ടീച്ചറെ എനിക്ക് സാഹിതിയിൽ വന്നതിന് ശേഷമാണ് നിങ്ങളെയൊക്കെ തന്നെ പരിചയപ്പെടാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളത്. അത് കാരണം കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും പറയാനായിട്ട് എനിക്കറിയില്ല. എം.ഡി. രത്നമ്മ ടീച്ചറെ സാഹിത്യകാരി, മുൻകാല സാഹിത്യകാരി. ഞങ്ങളൊക്കെ പഴയത് കൊടുക്കാനല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ പഴയതിലേക്ക് പോകുന്നതായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ എം.ഡി. രത്നമ്മ ടീച്ചർ പ്രശസ്ത സാഹിത്യകാരിയും ചെറുകഥാകൃത്തുമാണ്. ഒരുപാട് നേട്ടങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ. ഏറ്റവും ഭംഗിയുള്ളതായിട്ടുള്ള പ്രഭാഷണം നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കട്ടെ. ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ പേരിലും സാഹിതിയുടെ പേരിലും ഏറ്റവും സ്നേഹത്തോടു കൂടി വിനയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തത് കെ. രഘുനാഥൻ സാറാണ്. വി.കെ.നെ കുറിച്ചുള്ളതായിട്ടുള്ള പ്രഭാഷണം നടത്താനെത്തിയിരിക്കുന്ന സാറ്. പാരാവാരം പോലെ അത്രയും വിശാലമായി കിടക്കുന്നതായിട്ടുള്ളതായ ഈ നോവൽ സാഹിത്യ ചരിത്രത്തിൽ ഒരിക്കലും ഞാനത് വായിച്ചപ്പോൾ സാറിൻ്റെ പേര് കണ്ടു. ഭൂമിയുടെ പൊക്കിൾ എന്ന ആദ്യകാല നോവല്, അതിൽ തുടങ്ങി ഇപ്പോൾ അടുത്ത് തന്നെ പ്രകാശനം നടത്തിയ അജ്ഞാതനാമയിൽ എത്തി നിൽക്കുന്നതായിട്ടുള്ള നോവൽ സാഗരം,
അണിയറയിൽ ഒരുപാട് ഒരുങ്ങുന്നുണ്ടാകാം നോവലുകൾ. എന്തായാലും ചെറുകഥാകൃത്തും നോവലിസ്റ്റും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഉടമയായിട്ടുള്ളതായ പ്രശസ്ത പ്രഭാഷകനായിട്ടുള്ളതായ രഘുനാഥൻ സാറിൻ്റെ ഉജ്ജ്വലമായൊരു പ്രഭാഷണത്തിന് വേണ്ടി എല്ലാവരും കാതോർത്തിരിക്കുകയാണ്. അതും വി കെ എൻ നോവൽ സാഹിത്യ ചരിത്രത്തിൽ ശരിക്കും ഹാസ്യത്തിൻ്റെതായിട്ടുള്ളതായ ഹാസ്യ സമ്രാട്ടായിട്ടൊക്കെ അത് ബഷീറിനെ പോലെ ശുദ്ധമായിട്ടുള്ളതായ സാഹിത്യമല്ല അവിടെ കാണുന്നു. അതിനേക്കാളൊക്കെ ശുദ്ധമല്ലാത്ത അതുപോലുള്ളതായിട്ടുള്ള സാഹിത്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അതിനെക്കുറിച്ച് പറയുന്നതായിട്ടുള്ളതായ പ്രശസ്ത പ്രഭാഷകനായിട്ടുള്ളതായ രഘുനാഥൻ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേരിലും സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ പി വിനോദാണ്. ഉജ്ജ്വല പ്രഭാഷകനായ അദ്ദേഹം. പലപ്പോഴും എനിക്ക് വിനോദൻ്റെ കുറേ പ്രഭാഷണങ്ങൾ ഞാൻ ഇവിടെ ഇരുന്നവരെ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഉണ്ണി വന്നിട്ട് കുറച്ച് വയ്ക്കുന്നതാണ് ശബ്ദം. അത് ഞാൻ കളിയാക്കി പറഞ്ഞതല്ല. അങ്ങനെയുള്ളതായിട്ടുള്ള ഉജ്ജ്വലമായ ആ ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൈമുതലെന്ന് ഞാൻ പറയും. തീർച്ചയായിട്ടും ഈ ശബ്ദം, രൂപം ഇതൊക്കെ കിട്ടുന്നത് അത് ദൈവികമാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ശ്രീ നാരായണ ഗുരുവിൻ്റെ പിണ്ടനന്തി എന്നുള്ളതായിട്ടുള്ള കൃതി വായിച്ചിട്ടുള്ളവർക്ക് അറിയാൻ കഴിയും. വേണ്ടത് വേണ്ട സ്ഥലത്ത് കൃത്യമായി വെച്ച് ശരിക്കും ഒരു കരുവായിരിക്കുന്നതായിട്ടുള്ളതായ അവസരത്തിൽ പിണ്ടം എന്നാണ് പറയുക. ഈ പിണ്ടമായിരിക്കുന്ന അവസരത്തിൽ തന്നെ പിണ്ടം നന്ദി പറയുന്നതായിട്ടുള്ളതായ ഒരു കൃതി. കാരണം ഈ കൈയിരിക്കുന്നിടത്ത് കൈയിൻ്റെ അറ്റത്ത് കണ്ണ് വെച്ചാൽ എങ്ങനെയിരിക്കും? അപ്പോൾ അത് കൃത്യമായിട്ട് ഓരോരോ സ്ഥലങ്ങളിൽ കൃത്യമായിട്ട് അത് കൊണ്ടുവരണമെങ്കിൽ അത് ദൈവത്തിൻ്റെ കടാക്ഷം തന്നെ. അല്ലെങ്കിൽ ദൈവം എന്ന് വിളിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ എനർജി എന്തിനെങ്കിലും ഒരു അദൃശ്യമായിട്ടുള്ളതായ ഒരു സാന്നിധ്യം കൊണ്ടാണ് അങ്ങനെ നമുക്ക് കിട്ടുന്നത്. എല്ലാം തന്നെ ശബ്ദവും അതുപോലെ തന്നെയാണ്. ഒരാൾക്ക് നല്ല ശബ്ദം കിട്ടുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ലതായിട്ടുള്ളതായ ഒരു കാര്യമായിട്ട് ഞാൻ പറയും. അതുകൊണ്ട് ഞാൻ ശബ്ദത്തെക്കുറിച്ച് ഒന്നും ചീത്തയായ രീതിയിൽ പറഞ്ഞതല്ല എന്ന് പറയാം. അപ്പോൾ ശ്രീ പി വിനോദ്, പിന്നെ അതുകൂടാതെ തന്നെ ഞാൻ അദ്ദേഹത്തിന് കണ്ട ഒരു പ്രത്യേക ഗുണം, നമ്മൾ ക്യാമ്പിന് പോയല്ലോ ആ അവസരത്തിൽ ശരിക്കും സഹായ ഹസ്തവും നീട്ടിക്കൊണ്ട് വരുന്നതായിട്ടുള്ളതായ എവിടെയും അദ്ദേഹം എത്തുന്നുണ്ട്. അങ്ങനെയുള്ളതായിട്ടുള്ളതായത് ഞാൻ മനസ്സിലാക്കിയതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ളതായ ശ്രീ പി വിനോദ് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി എൻ്റെ സ്വന്തം പേരിലും ഈ സാഹിതിയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി തൃശ്ശൂർ ലിറ്റററി ഫോറം പ്രസിഡൻ്റായിട്ടുള്ളതായ ഉണ്ണിക്ക് നന്ദി പറയും. നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് നന്ദി പറയാന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നാലും ഇത് കുറേ ഗുണമറിഞ്ഞ് ഞാൻ വരുമ്പോഴേ സ്വാഗതം. അത് ഒരുപാട് ഗുണമെന്നുള്ള കാരണം ഇത് ഒക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഈ സ്വാഗതം അങ്ങോട്ട് പറഞ്ഞ് എൻ്റെ തലേന്നത് ഒഴിക്കാം. പിന്നെ സെക്രട്ടറിയും എഴുത്തുകാരനുമായ PR കച്ചാനം, അദ്ദേഹത്തിനും എൻ്റെ സ്വാഗതം ആശംസിക്കുന്നു. ഈ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ സദസ്സ്. ഞാൻ സദസ്സിലെ പാർട്ടിയാണ്, ഇവിടുത്തെ പാർട്ടിയല്ല. ഞാൻ ശരിക്കും അവിടെയാണ് എൻ്റെ സ്ഥാനം. അതുകൊണ്ട് സദസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും പ്രൗഢമായൊരു സദസ്സ്, ആളുകൾ വന്ന് ചേരുന്നതേ ഉള്ളൂ. ഇത്രയും പ്രൗഢമായൊരു സദസ്സ് നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ സാഹിതിയുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ആ സാഹിതി നിലനിന്ന് പോകുന്നത്, സാഹിതിയിലേക്ക് വരാനുള്ള, ഈ സദസ്സിന് വരാനുള്ള അവസരം കൊടുക്കുന്നത് സാഹിതിയുടെ അങ്ങനെ പരസ്പര പൂരകങ്ങളായിട്ട് നിൽക്കുന്നതായിട്ടുള്ള ഈ സദസ്സും സാഹിതിയും. അപ്പോൾ സദസ്സിന് ആദ്യമായിട്ട് അവർക്കാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ചിലപ്പോൾ വരാൻ കഴിയാതിരിക്കുന്ന അവസരത്തിലും ഇത് കേൾക്കാനുള്ളതായിട്ടുള്ള ഇഷ്ടം കൊണ്ടും ഇത് വളർന്നു വരണമെന്നുള്ള ആഗ്രഹം കൊണ്ടുമാണ് ഈ സാഹിതിയിലേക്ക് എല്ലാവരും എത്തിച്ചേരുന്നത്. അപ്പോൾ ആ സാഹിതിയിലെ സദസ്സിലിരിക്കുന്നതായിട്ടുള്ള എല്ലാവർക്കും, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും എൻ്റെ
എൻ്റെ പേരിലും ഈ സാഹിതിയുടെ പേരിലും ഞാൻ സ്വാഗതം പറഞ്ഞോളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വേദിയിലും ഈ സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം, സുസ്വാഗതം.